നമസ്കാരം. ചൂടുകാലമാണ്. ഇനി മൂത്രത്തിൽ പഴുപ്പുകൾ തുടങ്ങിയ അസുഖങ്ങൾ വലിയ രീതിയിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. 90% ഈ മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടാകുന്നത് സ്ത്രീകളിലാണ്. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് വെള്ളം കൂടി കുറയുന്ന ഒരു സാഹചര്യമാണ്. അതേപോലെ തന്നെ ഈ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളുടെ മൂത്രനാളിയുടെ നീളം എന്ന് പറയുന്നത് വളരെ കുറവാണ്. പുരുഷന്മാർക്ക് അത് 20 തൊട്ട് 25 സെന്റിമീറ്റർ വരെയാണെങ്കിൽ സ്ത്രീകൾക്ക് അത് 4 തൊട്ട് 5 സെന്റിമീറ്റർ വരെയാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. ഇതിൻ്റെ മറ്റു പ്രധാന കാരണങ്ങൾ, ഈ മൂത്രത്തിൽ പഴുപ്പ് സ്ഥിരമായിട്ടുണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് ഡയബറ്റീസ് ഉള്ളവർക്ക്, അവർക്ക് ഈ രോഗപ്രതിരോധ ശേഷി വളരെ കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരു 40-45 വയസ്സ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീകൾ മെനോപോസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അവരുടെ ഹോർമോണുകളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ, പ്രത്യേകിച്ച് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ അവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഒരു സുരക്ഷാ കവചം അത് ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിൽ ഇതുപോലെ തന്നെ വീണ്ടും മൂത്രത്തിൽ പഴുപ്പുകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത. അതേപോലെ തന്നെ ഈ മൂത്രനാളികളിൽ വൃക്കകളിൽ നിന്ന് കല്ലിറങ്ങി വന്നിട്ട് അവിടെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി, അത് മൂത്രത്തിൽ ഇൻഫെക്ഷൻ ആവാനായിട്ടുള്ള സാധ്യത. അതുപോലെ തന്നെ മൂത്രനാളിയിൽ ഈ വെള്ളം കൂടി കുറവ് വരുമ്പോൾ ആസിഡ് ആയിട്ട് അത് മാറുമ്പോൾ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത. പിന്നെ അതുപോലെ തന്നെ ഗർഭാശയമായിട്ട് സംബന്ധമായിട്ട് ഗർഭപാത്രത്തിൽ എന്തെങ്കിലും മുഴകൾ ഒക്കെ ഉണ്ടാവുകയും അത് ഈ ഗർഭപാത്രം വലുതാവുമ്പോൾ ഈ മൂത്രസഞ്ചിയുടെ മേൽ പ്രഷർ ഉണ്ടാവുകയും മൂത്രം ഒഴിക്കുന്നുണ്ട്, അത് പൂർണ്ണമായിട്ട് പുറത്തേക്ക് പോകാതെ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം. അത് പുരുഷന്മാരിലാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം ഉണ്ടായിട്ട് മൂത്രം പുറത്തേക്ക് പോകാതെ ഉണ്ടാവുന്ന ഒരു സാഹചര്യം. അതേപോലെ തന്നെയാണ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ വെള്ളം കുടിയുടെ കുറവ് ധാരാളമായിട്ട് ഉണ്ടാകുമ്പോൾ മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത. ഈ മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ബാക്ടീരിയ എന്ന് പറയുന്നത് ഈക്കോളയാണ്. ഇത് കൂടുതലായിട്ട് കാണുന്നത് മലത്തിലാണ്. അപ്പം മലദ്വാരവും ഈ യോനി ഭാഗവും തമ്മിലുള്ള സ്ത്രീകളുടെ ദൂരം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ മലത്തിൽ നിന്ന് അവിടെ ആ ഭാഗത്തൊക്കെ ഈ കോളൈ ബാക്ടീരിയ ഉണ്ടാവുകയും അത് യോനി ഭാഗത്തേക്ക് മുൻവശത്തൂടെ കയറി ഈ ഇൻഫെക്ഷൻ ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ മൂത്രം എപ്പോൾ ഒഴിച്ചാൽ തന്നെ നല്ല രീതിയിൽ അത് കഴുകിയതിനു ശേഷം നേർത്ത തുണി കൊണ്ട് തുടയ്ക്കുക. സോപ്പ് ഒന്നും ഉപയോഗിച്ച് കഴുകേണ്ട സാഹചര്യം ഇല്ല. നമുക്കറിയാം ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് മൂത്രം പോകുമ്പോൾ ചുടിച്ചില്, വേദന, പുകച്ചില്, അതേപോലെ തന്നെ മൂത്രം ഇറ്റിറ്റ് പോവുക, മൂത്രം പൂർണ്ണമായിട്ടും പോകാത്ത അവസ്ഥ, അടിവയറ്റിൽ വേദന, അതുപോലെ തന്നെ ചെറിയ നടുവേദന, കലശലായ പനിയോടൊപ്പം വിറയല്, ഛർദി ചിലർക്ക്. എന്നാൽ 1/3 സ്ത്രീകൾക്കും യാതൊരു വിധമായ ലക്ഷണങ്ങളും ഇല്ലാതെ ഇത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂത്രം പരിശോധിക്കുക. മൂത്രം പരിശോധിച്ച് നോക്കുമ്പോൾ അതിനകത്ത് എത്രത്തോളം പഴുപ്പുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം പഴുപ്പ് കൂടുതലായിട്ടുണ്ട് എങ്കിൽ ബാക്ടീരിയ ഇല്ലെങ്കിൽ പോലും നമ്മളത് കൾച്ചർ ചെയ്ത് നോക്കുക. കൾച്ചർ ചെയ്തതിന് ശേഷം ഏത് ആന്റിബയോട്ടിക്കാണ് അതിന് യുക്തമെന്ന് തോന്നുന്നു ആ ആന്റിബയോട്ടിക് നൽകുകയാണ് ചെയ്യുന്നത്. ഒപ്പം നമുക്ക് ഇതിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ധാരാളമായിട്ട് വെള്ളം കുടിക്കുക. ഒരു ദിവസം ഒരു 2 തൊട്ട് 3 ലിറ്റർ വരെ വെള്ളം നമ്മൾ കുടിക്കുക. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ എരിവ്, പുളിവ്, അങ്ങനെ ആസിഡിക് pH ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ഭക്ഷണങ്ങളും, മസാല, എരിവ്, പുളിവ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിവാക്കുക. അത് എണ്ണയിൽ വറുത്തത് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക. പിന്നെ നമുക്ക് ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ, പ്രത്യേകിച്ച് ഈ പറയുന്ന തണ്ണിമത്തൻ, അതുപോലെ തന്നെ മാതളം, കരിക്കിൻ്റെ വെള്ളം, ഇതൊക്കെ കുടിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് മൂത്രപ്പഴുപ്പ് ഒഴിവാക്കുവാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ പ്രോബയോട്ടിക്സ്, നല്ലൊരു പ്രോബയോട്ടിക്കാണ് നമുക്ക് തൈര് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മോര്, തൈരും കട്ട തൈരും നല്ല പുളിച്ച മോരും ഒക്കെ കുടിക്കുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഇതൊക്കെ ആ യോനി ഭാഗത്ത് തേച്ച് പിടിപ്പിക്കുന്നതും വലിയ രീതിയിൽ ഗുണം ചെയ്യും. അതേപോലെ തന്നെ ഈ ചില സ്ത്രീകളിൽ ഈ ലക്ഷണങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ മൂത്രത്തിൽ യാതൊരു വിധമായ പഴുപ്പോ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ ഇല്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് വജൈനിറ്റിസ് ആണ്. അതായത് യോനി ഭാഗത്തുണ്ടാകുന്ന ഇൻഫെക്ഷൻ, വെള്ളപോക്ക്, ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളുണ്ടോ എന്നോടുകൂടി നമ്മൾ പരിശോധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. എല്ലാവർക്കും ആരോഗ്യം നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിക്കുന്നു.